Download now. CC Learning app. Hi all, welcome to Competitive Crack. ഞാൻ അശ്വതി ജോഷി. അപ്പം നിരന്തരം നമുക്ക് സ്റ്റുഡൻസിന്റെ കോൾ വരുന്നുണ്ട്. എന്തിനാണെന്നറിയോ? കുട്ടികൾ എല്ലാവരും ആശങ്കയിലാണ്. എന്താണെന്നറിയോ? എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, HSIക്കും HSSTക്കും ഇനി സെറ്റ് നിർബന്ധമാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? HSIക്കും HSSTക്കും എന്തുകൊണ്ട് കുട്ടികളെ സെറ്റ് നിർബന്ധമാണോ എന്ന് ചോദിക്കുന്നു? കാരണം എന്താണ്? നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, NEP അല്ലെങ്കിൽ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 5+3+3+4 എന്ന പാറ്റേൺ നിലവിൽ വരുമ്പോൾ 4 എന്നതിൽ എന്ത് വരും? സെക്കൻഡറി സ്റ്റേജ് ആണ് ഉൾപ്പെടുന്നത്. ആ സെക്കൻഡറി സ്റ്റേജ് ഉൾപ്പെടുമ്പോൾ 9, 10, 11, 12 ക്ലാസ്സുകൾ ഒറ്റ കാറ്റഗറിയിലേക്ക് വരും. ആ ഒറ്റ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PG ആണ്. PG നിർബന്ധമാകുമ്പോൾ അവിടെ വരുന്ന സംശയമാണ് കുട്ടികൾക്ക്, 9, 10 ക്ലാസ്സുകളിൽ ഇപ്പൊ ഹൈസ്കൂൾ ലെവലിലല്ലേ, അപ്പൊ ഞങ്ങൾ കേട്ടിട്ടല്ലേ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത്, അപ്പൊ ഇനി ഞങ്ങള് സെറ്റും ക്വാളിഫൈ ചെയ്യണോ? അല്ലെ? അപ്പൊ നിലവില് നമ്മൾ എന്ത് പാസ്സാകണം? 8, 9, 10 ക്ലാസ്സുകളിൽ കേട്ടിട്ട് 3 പാസ്സാകണം. അപ്പൊ ഇനി അടുത്ത കാറ്റഗറി വരുമ്പോ നിങ്ങൾ ആ കാറ്റഗറിയിൽ നിങ്ങൾക്ക് പഠിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും PG ആണ് അവിടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങൾ എന്ത് പാസ്സായിരിക്കണം? തീർച്ചയായിട്ടും സെറ്റ് പാസ്സാകണം. അല്ലെ? PG നിർബന്ധമാണ്, PGയും BEdും ആണ് അവിടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുവാണെങ്കിലല്ല, പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡറി തലത്തിൽ PG ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ 4 എന്ന കാറ്റഗറിയിൽ നിങ്ങൾ അത് പാസ്സായിരിക്കണം. സെറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് തന്നെയാണ്. അപ്പൊ ഉന്നത നിലവാരം, വിദ്യാഭ്യാസത്തിന്റെ ഉന്നത നിലവാരം കാത്തു സൂക്ഷിക്കണമെങ്കിൽ എന്ത് തന്നെ ചെയ്യണം? നമ്മൾ അധ്യാപകർ കാലത്തിനൊത്ത് മാറിക്കൊണ്ടിരിക്കുക തന്നെ വേണം. ഒരധ്യാപകനും ഒരു സമയം വരെ അല്ല പഠിക്കുന്നത്, അവന്റെ ആജീവനാന്ത കാലം പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു തലത്തിൽ വെച്ച് പഠനം നിർത്താൻ പറ്റില്ല. ഓരോ അധ്യാപകനും എന്തുകൂടിയാണ്? ഒരു വിദ്യാർത്ഥി കൂടിയാണ്, അല്ലെ? അപ്പൊ ഓരോ എലിജിബിലിറ്റി ടെസ്റ്റ് വരുമ്പോ നമുക്ക് വിഷമം പ്രകടിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, നമ്മൾ അത് പാസ്സായിരിക്കണം. നമ്മൾ ഏതൊക്കെ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കുന്നോ ആ തലത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പഠിപ്പിക്കാൻ സാധിക്കും, അല്ലെ? പിന്നെ നമുക്ക് ഒരു സുപ്രീം കോടതി വിധിയുടെ പുറകെയും പോകേണ്ട ആവശ്യം വരില്ല, അല്ലെ? ഞാൻ പാസ്സായിട്ടുണ്ട്, ഞാൻ എലിജിബിൾ ആണ്, ഞാൻ ക്വാളിഫൈ ചെയ്തവളാണ്, എനിക്ക് അല്ലെങ്കിൽ ഞാൻ ക്വാളിഫൈ ചെയ്തവനാണ് എങ്കിൽ എനിക്ക് എന്താണ്? അധ്യാപകൻ, ഇന്ന തലത്തിൽ അധ്യാപകനാകാനുള്ള യോഗ്യതയുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ ആരും മടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ PG പാസ്സായിട്ടുണ്ടോ? BEd പാസ്സായിട്ടുണ്ടോ? സെറ്റ് എന്ന എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതിയെടുത്തോളൂ. തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റികൾ കൂടുകയേ ചെയ്യുള്ളൂ, അല്ലെ? ഇപ്പോ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ HSST അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി അധികം കുട്ടികളുണ്ട്, അല്ലെ? അപ്പൊ ഏജ് ഓവറായി പോയതിന്റെ കാരണത്താലും ഇനി ഞാൻ സെറ്റ് പാസ്സാകണോ, ഇനി എനിക്ക് അടുത്ത HSST എഴുതാൻ പറ്റുമോ, അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷേ PSC എന്ത് ചെയ്തു? ഏജ് കാലാവധി നീട്ടി. അപ്പൊ നമുക്ക് ടീച്ചിങ് എക്സാംസിനും അത് ബാധകമായി വരും, അല്ലെ? അപ്പൊ നിലവിൽ അങ്ങനെ വരുമ്പോ ഈ എക്സാം കഴിഞ്ഞ, ഇപ്പൊ നടക്കാൻ പോകുന്ന എക്സാം കഴിഞ്ഞ, മെയ്യിൽ നടക്കാൻ പോകുന്ന HSST എക്സാം കഴിഞ്ഞ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും എന്താണ്? റാങ്ക് ലിസ്റ്റ് ഒക്കെ പ്രസിദ്ധീകരിക്കും, അല്ലെ? അത് കഴിഞ്ഞ് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്, റാങ്ക് ലിസ്റ്റ് ഒക്കെ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം 3 വർഷം മാത്രമാണ് അതിന് കാലാവധി. അപ്പൊ ആ 3 വർഷം കഴിയുന്നവരെ എന്ത് ചെയ്യില്ല? PSC അത് കാത്തിരിക്കില്ല. അപ്പൊ അതിനു മുമ്പേ എന്ത് ചെയ്യണം? അടുത്ത നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കണം. ഇനി നിങ്ങൾ ഗവൺമെന്റ് ജോലിയെ മാത്രം കണ്ടുകൊണ്ടിരിക്കരുത്. ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളിലും പഠിപ്പിക്കാൻ സാധിക്കും. ഇപ്പൊ ഒരു ട്യൂഷൻ ആയിക്കോട്ടെ, ഓൺലൈൻ ടീച്ചിങ് ഉണ്ട്, അല്ലെ? എഡ്യൂടെക് കമ്പനീസ് ഉണ്ട്. ഉദാഹരണത്തിന് നമുക്ക് പറയാം, നമ്മുടെ CC-യിലെ എത്രയോ ടീച്ചേഴ്സിനെയാണ് ഡെയിലി ഹയർ ചെയ്യുന്നത്. അപ്പൊ ഓപ്പർച്യൂണിറ്റികളെ നമ്മൾ എന്ത് ചെയ്യണം?
കണ്ടെത്തണം. വെറുതെ ഒരു ടീച്ചർ ആകാൻ പറ്റില്ല കേട്ടോ, ഒരു ലെവലിലും ആകാൻ പറ്റില്ല. എയ്ഡഡ് ആയിരുന്നാലും അൺഎയ്ഡഡ് ആയിരുന്നാലും ഗവൺമെന്റ് ആയിരുന്നാലും അല്ലെ, എഡ്യൂടെക് കമ്പനീസിലായിരുന്നാലും ഇപ്പൊ ട്യൂഷൻ ഫീൽഡിലായിരുന്നാലും എവിടെ ആയിരുന്നാലും നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവിടെ എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാണ്. നിങ്ങൾ പാസ്സായിട്ടുണ്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളിവിടെ നിങ്ങളെ എടുക്കുകയുള്ളൂ. കാരണം നമ്മൾ അതേ നിലവാരത്തിൽ കുട്ടികളെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ അവരും പാസ്സാകത്തുള്ളൂ അല്ലെ. അപ്പൊ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ, അതായത് ഈ കഴിഞ്ഞ സെറ്റ് എക്സാമിന്റെ റിസൾട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അടുത്ത തവണ നിങ്ങൾ ഇതിലൊരാളായിരിക്കണം. അപ്പൊ കാത്തിരിക്കണ്ട, മടിച്ചിരിക്കണ്ട. അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ആരും കാത്തിരിക്കണ്ട. തീർച്ചയായിട്ടും ഈ ഏപ്രിൽ ലാസ്റ്റോടു കൂടി എന്ത് വരും? നോട്ടിഫിക്കേഷൻ വരും. കാരണം റിസൾട്ട് വേഗത്തിലാണ് വന്നത്. റിസൾട്ട് വേഗത്തിലാണ് വന്നതെങ്കിൽ അടുത്ത നോട്ടിഫിക്കേഷനും വേഗത്തിൽ വരും. മാത്രമല്ല കഴിഞ്ഞ തവണ വന്നതനുസരിച്ചാണെങ്കിൽ ഏപ്രിൽ ലാസ്റ്റോടു കൂടി നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുവരെ ആരും കാത്തിരിക്കേണ്ട. സിസ്റ്റമാറ്റിക് ആയിട്ട് വലിച്ചു വാരി പഠിക്കാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 90 ഡേയ്സ് തന്നെ ധാരാളമാണ്. എന്താ ഈ 90 ഡേയ്സ്? നമ്മുടെ CC ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 90 ഡേയ്സിന്റെ ബാച്ചാണ്. അപ്പൊ 90 ഡേയ്സ് കൊണ്ട് ഞാൻ പഠിച്ചു തീരുമോ? നിങ്ങളുടെ സംശയമായിരിക്കും, സ്വാഭാവികമാണ്. പക്ഷേ ഫാസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സിലബസ് പഠിച്ചു തീരില്ല എന്നുള്ളത് ഉറപ്പാണ്, ഞങ്ങൾക്ക് CCക്കും ഉറപ്പാണ്. പക്ഷേ അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടൈം ടേബിളിന്റെ സഹായത്തോടു കൂടി പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ സാധിക്കും, സെറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഞങ്ങൾ പല തവണ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതിന് റിസൾട്ടാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പൊ വെറുതെയുള്ള ക്ലാസ്സുകളൊന്നുമല്ല, എക്സ്ക്ലൂസീവ് ലൈവ് ക്ലാസ്സസ് ആണ്. ഏകദേശം 400-ലധികം ലൈവ് ക്ലാസ്സസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ആപ്പ് ക്ലാസ്സുകൾ, അതോടൊപ്പം കൊടുത്തിരിക്കുന്ന നോട്ട്സ്, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആയി ചെയ്യാനുള്ള സെഷൻസ്, നിങ്ങളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു മെന്റർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതുപോലെ 2016 മുതൽ 2026 വരെയുള്ള PYQസിന്റെ കളക്ഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ, ഇതിലൂടെ ഒക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഇത്തവണത്തെ സെറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ലേറ്റ് ആകരുത്, സീറ്റുകൾ പരിമിതമായിരിക്കും. തീർച്ചയായിട്ടും 90 ഡേ ബാച്ചിൽ ജോയിൻ ചെയ്ത് എത്രയും വേഗം പഠിക്കാൻ തുടങ്ങുക കേട്ടോ. ഇനി നമ്മുടെ ഫ്രീ ഗ്രൂപ്പ്സിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ താഴെ ലിങ്ക് കൊടുത്തേക്കാം. ഫ്രീ ഗ്രൂപ്പ്സിൽ ജോയിൻ ചെയ്യുക. ഇനി നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, ജനറൽ പേപ്പറിന്റെ ഭാഗത്തു നിന്നൊക്കെ കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നതാണ്. ഏകദേശം 18 മാർക്കോളം ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ ഫ്രീ ക്യൂസ്, കറണ്ട് അഫയേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് PDF, അതുപോലെ റാങ്ക് പെർഫോമൻസ് അനാലിസിസ്, ഇതെല്ലാം കാണാൻ കഴിയും. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് എക്സാംസ് എഴുതി നോക്കാൻ സാധിക്കും. കൃത്യമായിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ, വളരെ ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടെ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ 90 ഡേയ്സ് ബാച്ചിന്റെ ഭാഗമാകാൻ ശ്രമിക്കുക. അടുത്ത സെറ്റ് എക്സാം CCയോടൊപ്പം ക്രാക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.